ധ്യാനിച്ച വിഷയത്തിൽ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വിശ്വാസിയുടെ ജീവിതത്തിൽ ബന്ധവും കെട്ടുകളും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ അഴിയും? വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു? വചനപ്രകാരം ഇത് ശരിയാണോ? പിന്നെ അതിന്റെ കൂടെ ഒരു പാട്ട് തന്നെയുണ്ട്, ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയിൽ. നമ്മൾ ഒരു വിശ്വാസി വചനത്തിന്റെ ആധാരത്തിൽ നോക്കുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം, ഞാൻ ഇന്നലെ ആ വിഷയം എടുത്തായിരുന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപം വിട്ടുപോയി. പാപപ്രവർത്തികൾക്ക് എനിക്ക് പൂർണ്ണ ക്ഷമ കിട്ടി. പാപം വിട്ടുപോയെങ്കിലും നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യനുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, ഈ പഴയ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അയന് ഇതുവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പാപമായിരുന്നു. പക്ഷെ പാപം വിട്ടുപോയി. ഇനി അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ദൈവം വന്നു, പുതിയ മനുഷ്യനും ജനിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ചിന്തയുടെ പുറത്ത് കൺട്രോൾ ഇല്ല. അതുകൊണ്ടാ വചനത്തിൽ സ്പഷ്ടമായി പറഞ്ഞ് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളെ എന്തോ ചെയ്യണം? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ എന്താ ചെയ്യണം? കീഴ് അടക്കണം. ഇന്ന് സാധാരണ വിശ്വാസികളെ നമ്മൾ നോക്കിയാൽ നമ്മുടെ മെയിൻ ടൈം പാസ് എന്തുവാ? കുത്തിയിരുന്ന് ചിന്തിക്കും. ആ ചിന്തിച്ച് പിന്നെ ആഗ്രഹമുണ്ട്, ചിന്തയുണ്ട്, മോഹമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മടങ്ങി തിരിച്ചു വരും? പാപം തിരിച്ചു വരും. ഈ ബന്ധനം പറയുമ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൽ തീയിൻ്റെ അനുഭവമുണ്ട്. നമ്മൾ അന്യഭാഷ പറഞ്ഞ് തൃപ്തിപ്പെടുക. അന്യഭാഷ പിതാവിനോടുള്ള സംസാരം മാത്രമാണ്. അന്യഭാഷയിൽ ഞാൻ ദൈവത്തോട് എന്തോ ചെയ്യുക? ഉച്ചരിക്കാത്ത ഞരക്കങ്ങളാൽ ഞാൻ എന്തോ ചെയ്യുക? ഇത് സംസാരമാണ്, ഇത് ബഹളമല്ല. ഇന്ന് നമ്മുടെ സഭകളിൽ 3 രീതിയിലുള്ള അന്യഭാഷ കാണാം. ഒന്ന്, ദൈവത്തോട് സംസാരിക്കുക. രണ്ടാമത്തത്, കാണാപ്പാടം കുറെ വാക്കുകൾ പഠിച്ചിട്ട് അങ്ങ് പറയുക. മൂന്നാമത്തത്, ദുരാത്മാവ് അന്യഭാഷ പറയും. ദുരാത്മാവ് അന്യഭാഷ പറയുന്ന ഒറിജിനൽ അന്യഭാഷയുടെ പോലെ ഇരിക്കും, എക്സാക്ട്ലി ഒരുപോലെ. ആത്മാവിനെ വിവേചിക്കുന്ന വരമുള്ളവർക്ക് മാത്രമേ പിടികിട്ടത്തുള്ളൂ ഇത് ദുരാത്മാവാ സംസാരിക്കുന്നത്. രണ്ടും ഒരുപോലെ. ഈ കാണാപ്പാടം പഠിക്കുന്നവരെ പിടിക്കാൻ കൂടുതൽ ടൈം വേണ്ട, അത് കാണുമ്പോഴേ അറിയാം. ഒരേ അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ ആട്ടി അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും. ഈ കാണാപ്പാടം പഠിച്ചിട്ട് കുറെ എണ്ണം ചാടുക. ദൈവസന്നിധിയിൽ ദൈവത്തെ പരിഹസിക്കുക. അങ്ങനത്തെ കുറെ പേരുണ്ട്. അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പിതാവിനോട് എന്തോ ചെയ്യുക? സംസാരിക്കുക. അതുകൂടാതെ ആത്മാവിൽ നമ്മൾ ആരാധിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ തൃപ്തിപ്പെടല്ലേ. പരിശുദ്ധാത്മാവിൽ തീയിൻ്റെ ഒരനുഭവമുണ്ട്. അത് ആഴമായ അനുഭവമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദഹിപ്പിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ആഗ്രഹങ്ങൾ നമ്മുടെ അകത്തുണ്ട്. ദൈവാത്മാവ് ഈ ആഗ്രഹങ്ങളെ എന്തോ ചെയ്യും? ദഹിപ്പിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് തന്നെ വ്യത്യാസം വരും, നമ്മുടെ ചിന്തയ്ക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ദൈവവചനം ധ്യാനിക്കണം. ചുമ്മാ പ്രസംഗം കേട്ട് അല്ലെ ക്ലാസ് കേട്ടിട്ട് കാര്യം നടക്കത്തില്ല. അത് ആഹാരം വിഴുങ്ങുന്നതിൻ്റെ പോലെ. ഞാൻ വചനം കേട്ടു, അത് കഴിഞ്ഞിട്ട് പച്ചക്കറി വെട്ടുമ്പോഴല്ല. ചിലരുണ്ട് പ്രസംഗം പച്ചക്കറി വെട്ടുക, പ്രസംഗം കേൾക്കുക. അങ്ങനെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? മിമിക്രി കേൾക്കാം, വാർത്ത കേൾക്കാം. ദൈവവചനം കേൾക്കുമ്പോൾ പച്ചക്കറി വെട്ടുകയല്ല, തുണി കഴുകുകയല്ല, ദൈവസന്നിധിയിൽ തന്നെ ഒരുക്കി ഇരുന്നാൽ ദൈവം സംസാരിക്കും. അല്ലെങ്കിൽ പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല, നമുക്ക് കുറെ സമയം കഴിഞ്ഞു കിട്ടി. ദൈവവചനം കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ഒരു ഒരുക്കം വേണം. എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ നിന്റെ പോക്കറ്റിൽ കൈയിടല്ലേ. നമുക്കൊരു ഇതുണ്ടല്ലോ, ക്യാ ഹേ
ട്രഡീഷൻസിന് മലയാളം നമുക്ക് സമ്പ്രദായമുണ്ടല്ലോ. നീ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ കൈയിടല്ലേ കേട്ടോ, അവരെ മാനിച്ചോണം. അതുപോലെ തന്നെ അതിനെക്കാട്ടും എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പച്ചക്കറി വെട്ടുമ്പോഴാണ് ദൈവവചനം കേൾക്കുന്നത്, തുണി കഴുകുമ്പോഴാണ്. ആരുടെ ശബ്ദം കേൾക്കുക? സർവശക്തന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പച്ചക്കറിയും പോവും, തുണിയും പോവും, വണ്ടിയും അവിടെ നിൽക്കും. ആര് സംസാരിക്കുക? ദൈവം സംസാരിക്കുക. ആ ഒരു ചിന്ത വെച്ചാണോ ഞാൻ ഇത് കേൾക്കുന്നത്? സോ ഞാൻ ദൈവവചനം ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നു എൻ്റെ മുമ്പേ. ഞാൻ പാസ്റ്റർ എം സാമുകളുടെ എല്ലാ വചനം കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. സ്നാനപ്പെടാൻ വന്നതാ. ഇത് ഫിനി സാമുവലല്ലേ? ഞാൻ പറഞ്ഞ അതെ. മോനല്ലയോ? ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാം കേട്ടതാ. എൻ്റെ പിതാവിൻ്റെ CD കേൾക്കുന്ന, പ്രസംഗം കേൾക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. പക്ഷെ അവനോട് ബൈജു പാസ്റ്റർ ഇരിപ്പുണ്ട്, സ്നാനപ്പെടാൻ വന്ന ചോദ്യം ചോദിച്ചപ്പോൾ അവൻ യേശു ദൈവമാന്ന് പോലും വിശ്വാസമില്ല. പക്ഷെ സ്നാനപ്പെടാൻ വന്ന മാവേലിക്കര യേശു ദൈവമാണോ അതുവരെ? പക്ഷെ പാസ്റ്റർ എം സാമുകളുടെ CD കേട്ടതാ. ഞാൻ ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വന്നത്? ഓ, പാസ്റ്റർ എം സാമുവൽ തങ്കു ബ്രദറിനെ ഒത്തിരി പറയുമായിരുന്നു, എനിക്കത് കേട്ട് വലിയ രസമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കയറിയത്. വചനത്തിനെ അല്ല. ചിലരുണ്ട് എൻ്റെ പിതാവിൻ്റെ അനുഭവങ്ങൾ കേട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് തീരുമാനിച്ചത്, ഞാൻ എൻ്റെ അനുഭവം ആരോടും പറയത്തില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ അനുഭവങ്ങൾ കേട്ട ആൾക്കാർ എന്തോ ചിന്തിക്കും, ഇത് കർത്താവിൻ്റെ വിലേറിയ ദാസനാ. എൻ്റെ പിതാവിൻ്റെ അനുഭവത്തിൻ്റെ പുസ്തകം ആൾക്കാർ ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഒരു പുസ്തകം എഴുതത്തില്ല, നമുക്ക് ഇതുണ്ട്, ഇത് മതി. യേശു ക്രിസ്തുവിനെ കണ്ട് പ്രോത്സാഹനം കിട്ടുന്നില്ലെങ്കിൽ എം സാമുകളുടെ ജീവിത പുസ്തകം വായിച്ചിട്ട് ഏത് പ്രോത്സാഹനം കിട്ടാനാണ്? ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. സോ ഞാൻ വചനം ധ്യാനിക്കണം. പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ തന്നെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടോ? ധ്യാനിക്കുമ്പോഴായി വചനം നമ്മളെ ബലപ്പെടുത്തുന്നത്. പ്രസംഗം ബലപ്പെടുത്തത്തില്ല, മറ്റവരുടെ അനുഭവ സാക്ഷി നമ്മളെ ബലപ്പെടുത്തത്തില്ല. എനിക്ക് ആത്മീയ ബലം കിട്ടണമെങ്കിൽ ഞാൻ ഈ വചനം എന്തോ ചെയ്യണം? ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ നമുക്ക് കുറെ ഡിസിപ്ലിൻ വേണം, അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാമത്തത്, പിതാവിനോടൊന്ന് സംസാരിക്കുക. പ്രാർത്ഥന പറഞ്ഞ് സംസാരമാ. ഇത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ഡിസൈനൊക്കെ ഉണ്ട്. ഡിസൈൻ പറഞ്ഞാൽ അതിൻ്റെ ഇത് പ്രാസ് നോക്കിയ ചിലരുടെ പ്രാർത്ഥന. നീ ദൈവത്തോടാണോ സംസാരിക്കുന്നത് അതോ ഞങ്ങളെ കേൾപ്പിക്കുക? പ്രാർത്ഥന പറഞ്ഞ ഉള്ളിൽ കിടക്കുന്ന ആ പിതാവിനോട് നേരിട്ട് എന്താ ചെയ്യുക? സംസാരിക്കുക. ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തി നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ അടയാളം എന്താ? ഇവർ ദൈവത്തോട് തന്നെ ഇരുന്ന് സംസാരിക്കുന്ന എന്തോ ഇല്ല, സ്വഭാവം ഇല്ലെന്നേ. എപ്പോഴും പിതാവിനോട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് നീണ്ട പ്രാർത്ഥന കാണത്തില്ല. സോ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാർത്ഥമായി പിതാവിനോട് എന്ത് ചെയ്യുക? സംസാരിക്കുക. മൂന്നാമത്തത്, തന്നെ ഇരുന്ന് ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുന്ന ശീലം വേണം. ഇത് മറ്റവരുടെ കൂടെ ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല. നമ്മളിൽ ഒത്തിരി പേർക്ക് മറ്റവരുടെ കൂടെ ഇരുന്ന് ഭയങ്കര ആരാധനയാണ്. പക്ഷെ ഞാൻ തന്നെ ഇരുന്ന് ഉച്ചരിക്കാത്ത ഞരക്കങ്ങളാൽ പിതാവിനോട് സംസാരിക്കാറുണ്ടോ? ആ ഒരു ശീലം വേണം. നാലാമത്തതാ, ഇടയ്ക്കിടയ്ക്ക് ഉപവാസത്തിൽ ഇരിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ബലപ്പെടും. ദൈവഹിതപ്രകാരം നടക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ ദൈവഹിതപ്രകാരം നടക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. ആ ബലം കിട്ടണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കണം. സോ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആത്മാവിൻ്റെ തീൻ്റെ അനുഭവം. ചിലർക്കുണ്ട്, ചില പാപ സ്വഭാവങ്ങളുണ്ട്, വിട്ടുമാറുന്നില്ല. പാസ്റ്റർ, ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ കിട്ടുന്നില്ല.
അതെന്താ കിട്ടാത്തത്? ദൈവാത്മാവിന് പൂർണ്ണ നിയന്ത്രണം കൊടുത്തിട്ടുണ്ടോ? പൂർണ്ണ നിയന്ത്രണം കൊടുത്താൽ ഈ ദഹിപ്പിക്കേണ്ട കാര്യങ്ങൾ ദൈവം എന്തോ ചെയ്യും? ദൈവത്തിന്റെ ആത്മാവ് ദഹിപ്പിക്കും. പിന്നെ ആത്മാവിൽ ആരാധിക്കുന്നത്, ഇപ്പം കഴിഞ്ഞ ജൂണില് പഞ്ചാബിൽ ഞങ്ങളുടെ 450 ചെറുപ്പക്കാരുണ്ടായിരുന്നു. യൂത്ത് ക്യാമ്പ് പറയുമ്പോൾ, പഞ്ചാബ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പാവപ്പെട്ടവരാ, PhD, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സാ ചെറുപ്പക്കാര്. നിങ്ങൾ ന്യൂസിൽ കേട്ടല്ലോ, പഞ്ചാബിൽ ഇപ്പം ഒത്തിരി ഉണർവ് നടക്കുന്നുണ്ട്. അത് സത്യമാ. ലക്ഷക്കണക്കിന് ജനം വിശ്വാസത്തിലേക്ക് വരുന്നത്, ലക്ഷക്കണക്കിന്. സോ ഈ ചെറുപ്പക്കാരുടെ ഞങ്ങളുടെ ക്യാമ്പ് നടക്കുമ്പോൾ ഒടുവിലത്തെ ദിവസം ഞാൻ വചനം പഠിപ്പിക്കേണ്ടതാ. ലാസ്റ്റിൽ പഠിപ്പിക്കാൻ കുറെ വിഷയങ്ങളുണ്ട്. നമ്മൾ ആരാധിക്കാൻ തുടങ്ങി, ആരാധന നിന്നില്ലെന്നേ. ഈ കൊച്ചു പിള്ളേര്, യവനക്കാര് ആത്മാവിൽ ആരാധിക്കുന്ന ആ അന്തരീക്ഷം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ലെന്നേ. 450 4-5 പേരല്ലാതെ ബാക്കിയെല്ലാം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണാമായിരുന്നു. കരയുക, ആമ്പിള്ളാരുമുണ്ട്, പെമ്പിള്ളാരുമുണ്ട്. സോ നമുക്കും ആ അനുഭവം വേണം. നമുക്ക് അറിവുണ്ട്, വചനത്തിൻ്റെ നല്ല പരിജ്ഞാനമുണ്ട്. പക്ഷെ ആത്മാവിൻ്റെ ആ അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ജ്ഞാനത്തിലാണ് നമ്മൾ നടക്കുന്നത്. സോ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ തന്നെ എന്തോ ചെയ്യണം? വിട്ടുകൊടുക്കണം. കർത്താവെ, നീ എൻ്റെ പൂർണ്ണ നിയന്ത്രണം എടുക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഇല്ലെങ്കിൽ, കർത്താവെ, ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്താ വേണം? ആത്മാവിൻ്റെ ആ സന്തോഷം. എൻ്റെ ലക്ഷ്യം അന്യഭാഷയല്ല, പക്ഷെ ആ സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കണം. ഞാൻ എൻ്റെ പിതാവിനോട് എൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഭാരവും ഇല്ല. ഞാൻ ഈ വിഷയം ആരോട് പറഞ്ഞു? എൻ്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ ആ ഭാരം എടുത്തോണ്ട് നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സന്തോഷം, ഈ ബന്ധനം പോരാട്ടം. ഇനി ബാക്കി പ്രാസംഗികന്മാർ ഒത്തിരി പേര് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച ബന്ധനം മാറുമ്പോൾ അത് വേറെയാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ വിട്ടുമാറാത്ത ചില സ്വഭാവങ്ങളുണ്ട്. എനിക്ക് അതിൽ നിന്ന് എന്തോ വേണം? പൂർണ്ണ വിടുതൽ വേണം. അതിന് ദൈവാത്മാവിൻ്റെ അഗ്നിയുടെ നമുക്ക് എന്തോ വേണം? ആ സ്നാനത്തിൻ്റെ അനുഭവം. ആദ്യ നൂറ്റാണ്ടിൽ നമുക്കറിയാമല്ലോ, 120 പേർ ഒന്നിച്ച് വന്നപ്പം അവരുടെ തലയിൽ എന്തോ കണ്ടു? അഗ്നി കണ്ടല്ലോ. നമുക്കും അത് വേണം. നമുക്ക് കൺവെൻഷൻ ഉണ്ട്, ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അവർ ഈ സമയത്ത് കണ്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ എഞ്ചിനീയറും ഡോക്ടറും എല്ലാമായി തീരും, നിരീശ്വരവാദിയായി തീരും. സോ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവെ, നമുക്ക് ആദ്യ നൂറ്റാണ്ടിൻ്റെ ആ അനുഭവം എനിക്ക് മടങ്ങി വേണം. ഇനി അടുത്ത ചോദ്യമുണ്ടോ? സോ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇപ്പൊ നമ്മുടെ ശ്രദ്ധയ്ക്കായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന യെശയ്യാ 53. സോ യെശയ്യാ 53 നമ്മൾ ധ്യാനിക്കുന്ന ആ വിഷയം തന്നെ തുടർന്നതിന് മുമ്പേ, ദൈവം ഈ 613 നിയമങ്ങൾ, ചട്ടങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതിൻ്റെ പുറേ കാരണം എന്തായിരുന്നു? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിച്ചല്ലോ. ലംഘിച്ചുകൊണ്ട് എത്ര കിട്ടി? 613 ചട്ടങ്ങൾ, വിധികളും പ്രമാണങ്ങൾ ദൈവം ഇവർ കൊടുത്തു. അതില് എങ്ങനെ നടക്കേണ്ടത്, വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം, ആഹാരം കഴിക്കുന്നത്, ഇതെല്ലാം ഓരോന്നോരോന്നായി എഴുതി കൊടുത്തു. അത് നമ്മൾ ഇന്നലെ ധ്യാനിച്ചല്ലോ. ഇത് കൊടുക്കുന്നതിൻ്റെ പുറേ 5 കാരണങ്ങളുണ്ട്. നമ്പർ 1, ദൈവം എത്ര വിശുദ്ധനാണ് മനുഷ്യൻ മനസ്സിലാക്കണം. നമ്പർ 2, അനുസരണം. ദൈവം നമ്മളെ ആവശ്യപ്പെടുന്നത് എന്താ? അനുസരണം. നമ്മുടെ ജീവിതത്തിൽ എന്തോ വേണം? അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അനുസരണം ഇല്ലെങ്കിൽ വിവരം അറിയും. ആദാമും ഹവ്വ
അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വന്നപ്പോൾ അവർ അന്നേരം ചിന്തിച്ച ചെറിയൊരു കാര്യമാണ്. ഇന്ന് വരെ മരണം മാറിയിട്ടില്ല. അന്ന് ദൈവം കൊടുത്ത ശാപം ഇതുവരെ മാറിയിട്ടില്ല. സോ പ്രമാണം ഈ 613 കൊടുക്കുന്ന രണ്ടാമത്തെ കാരണം എന്തുവാ? അനുസരണത്തിൻ്റെ ഗൗരവം നീ മനസ്സിലാക്കണം. മൂന്നാമത്തത് പാപം എന്തുവാ, അതിൻ്റെ ഭയങ്കരത്വം മനുഷ്യൻ മനസ്സിലാക്കണം. 613 കൊടുക്കാത്ത സമയത്തും മനുഷ്യൻ്റെ അകത്ത് എന്തോ ഉണ്ട്? പാപമുണ്ട്. പക്ഷെ 613 കൊടുത്തപ്പോഴാ പാപം തൻ്റെ തല പൊക്കിയത്. ഒടുവിലത്തെ അടുത്തത് ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തത് പാപം ചെയ്യുന്ന നാശം. അതൊരു വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടിയാ ദൈവം 613 നിയമങ്ങൾ കൊടുത്തത്. ഒന്നാമത്തത് ദൈവം എത്ര വിശുദ്ധൻ, രണ്ടാമത്തത് അനുസരണത്തിൻ്റെ ഗൗരവം, മൂന്നാമത്തത് പാപത്തിൻ്റെ ഭയാനകത്വം, നാലാമത്തത് ദൈവത്തിൻ്റെ കൃപ, അഞ്ചാമത്തത് പാപം ചെയ്യുന്ന നാശത്തിൻ്റെ ഗൗരവം. ഇത് മനസ്സിലാക്കാനാ, ഇത് പഠിപ്പിക്കാനാ ദൈവം 613 കൊടുത്തത്. ഇനി നമ്മൾ യെശയ്യാ 53 വരുമ്പോൾ ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുവാൻ ന്യായപ്രമാണം മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ഇട്ടവൻ ന്യായപ്രമാണത്തിൻ്റെ കീഴെ വരിക. അതുകൊണ്ട് 53 മൂന്നാമത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം, അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. സോ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇനി അടുത്തത്, അവന് രൂപഗുണമില്ല. അത് ശ്രദ്ധിച്ചേ. സർവശക്തനായ ദൈവം എടുത്തേക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് വേറെ, ഇത് വേറെയാ. ഇത് പൂർണ്ണ ദൈവം, ഇത് പൂർണ്ണ മനുഷ്യൻ. ഈ പൂർണ്ണ മനുഷ്യൻ എടുത്തേക്കുന്ന രൂപത്തിൽ ഒരു രൂപ ഗുണമില്ല. അടുത്തത് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ഒന്ന് നിന്നെ ഈ കൊച്ചിനെ അല്ലെങ്കിൽ ഈ തച്ചനെ ഒന്ന് നോക്കിക്കേ. ഞാൻ തച്ചൻ പറയുമ്പോൾ ആരെയാ? ഇത് പൂർണ്ണ മനുഷ്യൻ. രൂപഗുണം ഇല്ല, കോമളത്വം, കണ്ടാൽ അതെന്താ അങ്ങനെ? ഈ തച്ചനെ ഒന്ന് നോക്കിക്കേ, ആ രൂപത്തെ ഒന്ന് നോക്കിക്കേ. നീ സർവശക്തനായ ദൈവമില്ലയോ? നല്ലൊരു രൂപത്തിൽ നിനക്ക് വരാമല്ലോ. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ തന്നെ ഒരുക്കുന്ന ആ ദൃശ്യം നോക്കിക്കേ. നമ്മളെ തന്നെ എന്ത് ചെയ്യുക? അതുകൊണ്ട് കല്യാണത്തിൻ്റെ സമയം ഞാൻ കല്യാണം നടത്തുകയാണെങ്കിൽ ആ മണവാട്ടിയെ ശ്രദ്ധിക്കും, ചെറുക്കനെ മണവാളനെ ശ്രദ്ധിക്കും. നീ വല്ലതും പെരട്ടിയിട്ടോ തേച്ചിട്ടോ ഒക്കെ ആണോടി നീ വന്നിക്കുന്നത്? നീ ദൈവസഭയുടെ നിഴല. ബ്യൂട്ടി പാർലറിൽ പോയി എന്തെങ്കിലും തേച്ചിട്ട് ഇവിടെ വന്നാൽ നിന്റെ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ ബാഗിൽ സോപ്പ് വെച്ചിട്ടുണ്ട്, പോയി നല്ലപോലെ മുഖം കഴുകിയിട്ട് നിന്റെ ഒറിജിനൽ രൂപത്തിൽ നീ വാ, എന്നാലേ നിന്നെ കെട്ടിക്കത്തുള്ളൂ. വേഷം കെട്ടി ഇവിടെ നടക്കത്തില്ല. കാരണം ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ കർത്താവ് എടുത്തേക്കുന്ന രൂപം ഏതാ? ഒരു രൂപഗുണവും എന്താ? എൻ്റെ രൂപം കണ്ട് പുറേ വരണ്ട. ഞാൻ നിന്നെ ആകർഷിക്കുവാൻ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാ ശിഷ്യന്മാരോട് ചോദിച്ചാൽ ജനം എന്നെക്കുറിച്ച്, അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം എന്താ? നിങ്ങൾ എന്നെക്കുറിച്ച്. ഒന്ന് ആ വിഷയം ഒന്ന് ശ്രദ്ധിച്ചേ. രൂപഗുണം ഒന്നുമില്ല. ആകർഷിക്കുവാൻ ഇത് ദൈവമാണോ? ഇതാണോ ദൈവം? ഇവനെ തച്ചനായിട്ട് എനിക്ക് സ്വീകരിക്കാം, യോസേഫും മരിയയുടെ മകനായിട്ടും സ്വീകരിക്കാം. പക്ഷെ ഇവനെ ദൈവമായിട്ട് സ്വീകരിക്കാൻ, അതുകൊണ്ട് എഴുതിയേക്കുന്നത് ഞങ്ങൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ?
ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? വിശ്വസിക്കുന്നേ. ഇത് സർവശക്തനായ ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ മാത്രമേ പിടികിട്ടത്തുള്ളൂ. ഈ മുമ്പേ നിൽക്കുന്ന തച്ചനല്ല, അത് ദൈവം തരേണ്ടിയ ഒരു വെളിപ്പാടാ. ഇന്ന് നമ്മുടെ സഭയിൽ ഒത്തിരി പേര് അവർക്ക് ഇതുവരെ ഈ വെളിപ്പാട്, പിതാക്കന്മാർ സഭയെ വന്നു, അതുകൊണ്ട് ഞങ്ങളും വന്നു. എൻ്റെ അപ്പൻ പേരിട്ടതാ ജോൺ, അതുകൊണ്ട് എൻ്റെ പേര് ജോൺ. എനിക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധം ഇല്ല. സ്നാനപ്പെട്ടതാ, കത്രിമേശയിൽ പങ്കെടുക്കുന്നതാ, അവർക്ക് ഒരു കുശലുമില്ല. ഈ അപ്പം താഴെ വീണാലും അവർക്ക് ഒരു പ്രശ്നമില്ല. സോ ഇവിടെ ക്രിസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ കണ്ണ് തുറക്കണം. വായിച്ചേ ലൂക്കോസ്, ഇതിൽ വരാം. ലൂക്കോസ് 2-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്ക് ചാപ്റ്റർ 2 അതിന്റെ 51 52. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഒന്നുകൂടെ വായിച്ചേ 52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഇതാണോ വളരുവാണോ? പറഞ്ഞാട്ടെ, ഇത് മനസ്സിലായല്ലോ ആരാ? ഇതാണ് വളരണത്, പറഞ്ഞാട്ടെ. അതോ ഇതാണ്? ഏതിനാ വളർച്ചയുള്ളത്? മനുഷ്യത്വം, പൂർണ്ണ മനുഷ്യനായി എന്തോ ചെയ്യുക? ജ്ഞാനത്തിലും, വായിച്ചേ, ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദൈവത്തിന്റെയും മനുഷ്യന്റെയും എത്ര അനുസരണമുള്ളവനാ നമ്മൾ. ഇത് രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടിയ ഈ രക്ഷയുടെ വില മനസ്സിലാകത്തുള്ളൂ. ഇന്ന് വിക്കാര ആൾക്കാർക്ക് അവർ ഓർക്കുന്ന ഇതാ വളർച്ച. അവർക്ക് യേശു പറഞ്ഞാൽ ഇതേ ഉള്ളൂ, പൂർണ്ണ ദൈവം അതേസമയം പൂർണ്ണ മനുഷ്യൻ. 1 യോഹന്നാൻ 4:2 ഒന്ന് വായിച്ചേ. 1 John 4:2. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. നിന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇത് തന്നെ ഇല്ലയോ പറയുന്നത്? യേശു ജഡത്തിൽ വന്നു എന്ന് ദുരുപദേശക്കാരനും എന്തോ ചെയ്യുക, അത് പറയുന്നുണ്ടല്ലോ. ഇവിടെ ദൈവാത്മാവ് നമുക്ക് തരുന്ന താക്കീത് എന്തോ? ഒന്നുകൂടെ വായിച്ചേ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. സോ ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ വന്നു, ഞാൻ കേൾക്കുന്ന ഈ വചനം ദൈവാത്മാവ് തന്നെയാണോ അതോ എന്നെ വഞ്ചിക്കുവാൻ സാത്താൻ വേഷം മാറി എന്നോട് വചനമാണോ സംസാരിക്കുന്നത്? നമ്മൾ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യേണ്ടതാണ്. നമ്മൾ ഒത്തിരി പ്രസംഗം കേൾക്കുന്നുണ്ട്, ഒത്തിരി കൺവെൻഷനിലും പോകുന്നുണ്ട്. ഞാൻ കേൾക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ അതോ സാത്താൻ വേഷം മാറി വചനം എന്നോട് സംസാരിക്കുകയാണോ? ഇത് നമ്മൾ ശോധന ചെയ്തില്ലെങ്കിൽ എൻ്റെ വിശ്വാസമാ തകരുന്നത്. ഇന്ന് എത്ര പേരുടെ വിശ്വാസ ജീവിതം തകർന്നു കിടക്കുക. അവർ ശോധന ചെയ്തില്ല, കേട്ടത് അങ്ങനെ തന്നെ, ഇത് ദൈവാത്മാവില്ലയോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചതാ. മനസ്സ് മുഴുവൻ സംശയങ്ങളാൽ നിറഞ്ഞു, ഭാരങ്ങളാൽ നിറഞ്ഞു,
രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. സോ ഇപ്പൊ ഇവിടെ പഠിക്കുന്ന ഈ വചനവും ഇത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണോ, അതോ ഞാൻ കേൾക്കുന്നത് ഇത് വഞ്ചകനാണോ എന്നോട് സംസാരിക്കുന്നത്? നമ്മളെ തന്നെ എന്തോ ചെയ്യേണ്ടത്? ചോദന ചെയ്യേണ്ടതാ. ഓരോ കേൾക്കുന്ന ഓരോ വചനം അങ്ങനെ തന്നെയാണോ? സോ ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, താഴെ വായിച്ചാട്ട്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അടുത്തത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പ് വെക്കുക, ഒരു ഉദാഹരണം. പുതിയ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ആ പാല് കാച്ചുന്നത് അതെന്താ? അമ്മാമ ആ കുക്കറിന്റെ പുറത്ത് എന്തിനാ പാല് വെച്ചേക്കുന്നേ? അതെന്താ? ഈ വീട്ടിൽ പ്രവേശിച്ച ആത്മാവ് മനസ്സിലായോ? പാല് കാച്ചുക ഒരു ദൈവ പൈതൽ ദുരാത്മാവല്ലെങ്കിൽ പിന്നെ ഏതാത്മാവാ അത്? നിങ്ങളിൽ ആരെങ്കിലും പാല് കാച്ചിട്ട് വീട്ടിൽ കയറിയതാണെങ്കിൽ അത് അനുഭവിക്കേ ചെയ്യും. നിങ്ങളുടെ തലമുറ അനുഭവിക്കും. നല്ലപോലെ മനസ്സിലായിക്കോണം. ജാതികൾ ചെയ്യുന്ന ആചാരങ്ങൾ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ ചെയ്താൽ വിശുദ്ധനായ ദൈവം ആ വീട്ടിൽ പാർക്കത്തില്ല. വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണത്തില്ല. വിളിച്ച് വരുത്തിയതാ ഒരുവനെ, ഇവൻ ഇനി മരണം വരെ കൂടെ കാണും. എത്ര പ്രാർത്ഥിച്ചാലും വിടുതൽ കിട്ടത്തില്ല. കാരണം സത്യം അറിഞ്ഞിട്ടും ജാതികളുടെ ആചാരം ചെന്ന് പോയതാ. നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടതാ. നമ്മൾ സേവിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ തേജസ് ദൈവം ആർക്കും. നിനക്ക് പാല് കാച്ചണോ? ഞാൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ നിനക്ക് പാല് കാച്ചണോ? അതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? സോ ഇത് പ്രവർത്തിക്കുന്ന ആത്മാവ് സർവശക്തൻ. ശ്രദ്ധിക്കണം, സർവശക്തൻ എടുത്തേക്കുന്ന ഈ ശരീരത്തിന് ഒരു രൂപഗുണം ഇല്ല. ഇളയ തൈ പോലെയാ. ഇതറിഞ്ഞിട്ടാണോ ആൾക്കാരോട് പറയുന്നത് ദൈവം അനുഗ്രഹിക്കും, കൊടുത്താൽ കിട്ടും? ഇതറിഞ്ഞിട്ടാണോ? ഈ സത്യം അറിഞ്ഞവൻ അവന്റെ സംസാരത്തിൽ എന്തുവാ? അവന്റെ ആഗ്രഹം എന്താ? എനിക്ക് ഭൗതിക നന്മ ഒന്നും വേണ്ടാന്നേ, ഞാൻ അതിന്റെ പുറയിലല്ല നടക്കുന്നത്. സർവശക്തൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഒതുങ്ങിയെന്ന് ഈ മനുഷ്യനായി തച്ചപ്പണി ചെയ്യുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ. ആ തച്ചപ്പണി ചെയ്യുമ്പോൾ അവൻ ആ സിംഹാസനത്തിൽ ഇരിക്കുക. സിംഹാസനം വിട്ടിട്ടല്ല ഇവിടെ തച്ചപ്പണി ചെയ്യുന്നത്. ഇവിടെ ഈ മൺകൂടാരത്തിൽ വസിക്കുമ്പോൾ തന്നെ, ആ നിമിഷം തന്നെ സെറാഫീമികൾ 2 ചിറകുകൊണ്ട് മുഖം മൂടി, രണ്ടോണ്ട് കാൽ മൂടി എന്തോ ചെയ്യുക? അവന്റെ സിംഹാസനം വിട്ടിട്ടല്ല ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴും മനുഷ്യനായി നടക്കുമ്പോഴും അവൻ എവിടെ ഉണ്ട്? ആ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുക. സർവവ്യാപിയ ഈ മനുഷ്യ ശരീരത്തിൽ ഒതുക്കാൻ കഴിയത്തില്ല. ഒന്ന് ചിന്തിച്ചേ, ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ ദൈവത്വം ഒന്ന് വെളിപ്പെടുത്തിയായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്നിവിടെ കാണത്തില്ല. നമ്മളെ എത്ര സ്നേഹിച്ചു,
നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. തൻ്റെ ദൈവത്വത്തെ എന്തോ ചെയ്യുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. ഒരു രൂപ ഗുണവും ഇല്ല. മരിയയുടെ വീട്ടിൽ 30 വയസ്സ് വരെ എന്തോ പണിയാ, തച്ചപ്പണിയാ. അത് കഴിഞ്ഞിട്ട് യെശയ്യാ 53 3-ാം വാക്യം, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതും ത്യജിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടവൻ വ്യസനപാത്രമായും. ഇവിടെ എഴുതിയേക്കുന്ന അവൻ ആരായിരുന്നു? വ്യസനപാത്രം. ആര്? സർവശക്തനായ ദൈവം തൻ്റെ പ്രമാണത്തിന്റെ കീഴെ വന്ന് പ്രമാണം ആവശ്യപ്പെടുന്ന ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് കാണാമോ? വ്യസനപാത്രമാ. നമ്മൾ ആ യേശുവിനെ ധ്യാനിച്ചിട്ടുണ്ടോ? പൂർണ്ണ മനുഷ്യനായി. അടുത്തത് മലയാളത്തിൽ രോഗം ശീലിച്ചവനായും. അടുത്തത് എന്തുവാ? വ്യസനപാത്രം മാത്രമല്ല, രോഗം. ഞാൻ പിന്നെയും ആ എക്സാമ്പിൾ എടുക്കുന്നത്. രോഗം ശീലിച്ചോ? ഇത് വചനത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഒടുവിലത്തെ ആദമില്ലയോ? ഒടുവിലത്തെ ആദാം. ഇതല്ല, ഇത് രണ്ടാമത്തെ ആദാം അല്ല, ഒടുവിലത്തെ ആദാം. സോ ആദ്യത്തെ ആദാമും ഒടുവിലത്തെ ആദാം തമ്മിലുള്ള വ്യത്യാസം എന്താ? പാപത്തിൽ വീഴുന്നതിന് മുമ്പേ ഉള്ള ആദാം ഒന്ന് പറയാമോ? ക്ലാസ്സാ, നിങ്ങൾക്ക് പറയാം. പാപത്തിൽ വീഴുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആദ്യത്തെ ആദാമും ഇതാരാ? ഒടുവിലത്തെ ആദാം. ഇവർ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ ഒന്നുകൂടെ പറയുന്നത്, പാപത്തിൽ വീഴുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ആദ്യത്തെ ആദാം, ഈ വന്നേക്കുന്നേ ഒടുവിലത്തെ ആദാം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് ഉറക്കെ പറയണം, ക്ലാസ്സാ. ആദ്യത്തെ ആദാമില് ഇതില് ദൈവത്വമായി. ഈ ദൈവത്വം ഇതിനെ സഹായിക്കുന്നുണ്ടോ? ഈ ദൈവത്വം ഈ മനുഷ്യനെ സഹായിക്കുന്നുണ്ടോ? ഇത് ക്ലിയർ ആയല്ലോ. ഇതാരാ? ഇതോ? ഇതിന് ആരംഭമുണ്ടോ? ഇതിനുണ്ടോ? ഇതിനുണ്ടോ? പ്രായമുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഇതോ? ഇതിനാണോ 33.5 വയസ്സ്? ആരാ ഇത്? ഇതിന്റെ വയസ്സ് എത്ര? ഇതിന്റെ വയസ്സ് എത്ര? നിത്യത. ഇതിനെന്തുകൊണ്ട്? ഇത് 5 അടി അല്ലെങ്കിൽ 6 അടിയാ. ഇതോ? സോ ഈ ഒടുവിലത്തെ ആദാമും, ഞാൻ പിന്നെയും ചോദിക്കുന്നത് വ്യത്യാസം. ഇത് ആദാം പേര് എന്തിനാ കൊടുത്തേക്കുന്നേ? ഇതിനെ എന്തിനാ ആദാം വിളിക്കുന്നേ? പറഞ്ഞാട്ട്. ഇതിന് കൊടുത്തേക്കുന്ന പേരേതാ? ആദാം. ഒടുവിലത്തെ ആദാം. ഇതിനെന്തിനാ ഒടുവിലത്തെ ആദാം വിളിക്കുന്നേ? അല്ലെങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ. എന്താ? വേറെ പേരില്ലാത്തോണ്ടാണോ? ആദ്യത്തെ ആദാമിന് അപ്പൻ അമ്മയില്ല. ഇതിനും എന്തോ ഇല്ല? അപ്പനും ഇല്ല, അമ്മയും ഇല്ല. അതുകൊണ്ടാ കൊടുത്തേക്കുന്ന പേരേതാ? ആദാം. ആദ്യത്തെ ആത്മാവ് സൃഷ്ടിയായിരുന്നു. ഇതും എന്തുവാ? ഇത് പരിശുദ്ധാത്മാവും മറിയയും ചേർന്ന് ഉണ്ടാക്കിയ സന്തതി അല്ല. ഇത് ആദാമാ. ഇതിനൊരാരംഭമുണ്ട്. ഇതിനെ സൃഷ്ടിച്ചതാ. സോ അടുത്തത് എന്താ? ആദ്യത്തെ ആദാമിന് അവൻ കണ്ണ് തുറന്നപ്പം ഒരു ശിശു അല്ല. പൂർണ്ണ എന്തുകൊണ്ട്? പക്വത ഉണ്ട്. ഇതിനോ? ഇതിന് ഇനിയും വളരണം, വളർച്ചയുണ്ട്, പഠിക്കണം.
വന്നേക്കുന്ന യോസെഫും മരിയയുടെ ഭവനത്തിലാ. അല്ല, സ്വന്തമേ വന്നതല്ല. ആരുടെ ഭവനത്തിലാ? യോസെഫും അവരെ കീഴടങ്ങി ജീവിക്കണം. മൂന്നാമത്തത്, ഈ ആദാമിന് ഒരു രോഗവും ഇല്ലായിരുന്നു. വീഴ്ചയുടെ മുമ്പേ ഉണ്ടായിരുന്ന ആദാം. എന്തോ ഇല്ല? വേദനയില്ല, രോഗമില്ല. പാപത്തിന്റെ ഒരു ശാപവും ആദ്യത്തെ ആദാമിൽ. ഇതിലോ പാപമുണ്ടോ? പറഞ്ഞാട്ടെ. ഈ ഒടുവിലത്തെ ആദാമിൽ പാപമുണ്ടോ? പാപം അറിയാത്തവനാ. പക്ഷെ എടുത്തേക്കുന്ന ഈ ശരീരത്തിൽ പാപം കാരണം, പാപമുള്ളതല്ല, പാപ സ്വഭാവത്തിന്റെ സാദൃശ്യം പറഞ്ഞാൽ റോമർ 8:3 പാപ സ്വഭാവത്തിന്റെ സാദൃശ്യം പറയുമ്പോൾ ഇതിൽ വേദനയുണ്ട്, രോഗമുണ്ട്, ഇതിൽ മരണം അനുഭവിക്കാം. ഒന്ന് ചിന്തിച്ചേ, ധ്യാനിച്ചേ. രോഗം ശീലിക്കുക. നമ്മൾ എന്തോ ചെയ്യുന്നേ? നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ എന്തോ ചെയ്യുക? കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കണം. സൗഖ്യം തരുന്നവൻ മനുഷ്യന്റെ വേഷത്തിൽ എന്തോ ചെയ്യുക? രോഗത്തെ. നീ എന്തിനാ രോഗം ശീലിക്കുന്നത്? ശീലിക്കുന്നത് മനസ്സിലായോ? നിനക്ക് എന്തിനാ രോഗം ശീലിക്കേണ്ടിയത്? എനിക്ക് അനുഭവിച്ചറിയാം രോഗത്തിന്റെ വേദന എന്തുവാ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയാത്തത് അവൻ അനുവദിക്കത്തില്ല. നമുക്ക് താങ്ങാൻ എത്ര കഴിയും അവന് അനുഭവത്താൽ അറിയുന്നുകൊണ്ട് നമുക്ക് താങ്ങുന്നത് മാത്രമേ തരുത്തുള്ളൂ. കാരണം സർവജ്ഞാനിയായിട്ട് അറിവല്ല, പൂർണ്ണ മനുഷ്യനായിട്ട് അവന് വേദന എന്താണ് അനുഭവത്താൽ അറിയാം. അതാ എൻ്റെ കർത്താവ്. രോഗം ശീലിക്കുക. അതാ എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ കർത്താവ്. നമ്മൾ എന്തോ പറയുന്നത്? ഒരു അസുഖം വന്നാൽ ഉടനെ തന്നെ കർത്താവെ എന്നെ എന്തോ ചെയ്യണം? വിടുവിക്കണം. ഇനി അടുത്തത് എബ്രായർ 2:8 വാക്യം. ഹീബ്രൂസ് 2:8. എബ്രായർ 2:8. 8 10, ക്ഷമിക്കണം, 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇവിടെ എഴുതിയേക്കുന്നേ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതെന്താ? രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവൻ. അവൻ തികഞ്ഞവനല്ലയോ? തികഞ്ഞവനല്ലയോ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ കഷ്ടാനുഭവങ്ങളാൽ ആകേണ്ടത് യുക്തമായി. അതിന്റെ കൂടെ തന്നെ 5-ാമത്തെ അധ്യായം അതിന്റെ 8 വായിച്ചേ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഒന്നുകൂടെ വായിച്ചേ. 8-9. 8-9 വായിച്ചേ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്. ഇവിടെ ജസ്റ്റ് നിന്ന് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്തോ പഠിക്കുക? അനുസരണമുള്ളവനല്ലയോ? തികഞ്ഞവനല്ലയോ? ന്യായപ്രമാണത്തിന്റെ കീഴെ വന്ന് ന്യായപ്രമാണത്തിലുള്ള ഓരോന്നോരോന്നായി 30 വയസ്സ് വരെ വീട്ടിൽ എന്തിനാ താമസിച്ച? പ്രമാണത്തിലുണ്ട് യവനക്കാരൻ 30 വയസ്സ് വരെ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. പ്രമാണത്തിലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാ.
നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചു, അവർക്ക് നല്ല ജോലിയും കിട്ടി. ജോലി കിട്ടി ആണ്ട് പറന്നു പോയേക്കുക, പോയി. ഇനി സൂമിൽ കാണാം, ഇനി ഫേസ്ബുക്കിൽ കാണാം. പപ്പ മമ്മിക്ക് പ്രായമായല്ലോ, ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞങ്ങളെല്ലാം മാസം അവിടെ എന്തോ അയച്ചോളാം, പൈസ അയച്ചോളാം. മക്കൾ അമേരിക്കയിൽ പോയി, അമേരിക്കയിലെ വീസ കിട്ടിയപ്പോൾ സ്തോത്രം കർത്താവേ, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിനായി സ്തോത്രം. മക്കൾ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയ യൂറോപ്പിലും ന്യൂസിലും എല്ലായിടത്തും പോയി. അപ്പനമ്മ ഇത്രയും പ്രാർത്ഥിച്ച അപ്പനമ്മ ഇന്നെന്തി ഓൾഡ് ഏജ് ഹോമില്. മക്കൾ പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ മാസം എന്ത് വായിച്ചോളാം. ഇതാ അനുഗ്രഹം, അനുഗ്രഹം. പിന്നെ ഈ മക്കൾ തമ്മിൽ സംസാരിക്കുന്നത് എന്താ? എടാ, അപ്പൻ മരിക്കുമ്പോൾ നീ വന്നോണം, എനിക്ക് അവധി കിട്ടത്തില്ല. അമ്മ മരിക്കുമ്പോൾ ഞാൻ വന്നോളാം. ദൈവം അനുഗ്രഹിച്ചതാ. ദൈവത്തിന് സ്തോത്രം. എന്താ സ്തോത്രം പറയാത്തത്? ദൈവം അനുഗ്രഹിച്ചതാ. മക്കൾക്കിനി ഇങ്ങോട്ട് വരാൻ സമയമില്ല. ഫേസ്ബുക്കിൽ കാണാം, സൂമിൽ കാണാം, മാസം എന്തോ അയക്കാം, പൈസ അയക്കാം. ഇതാ നമുക്ക് കിട്ടിയ അനുഗ്രഹം. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ അപ്പച്ചന്മാരുടെ സമയം ഇങ്ങനെ ആയിരുന്നു. ചിന്തിച്ചേ, അന്ന് നമ്മൾ പഠിച്ചത്, നമ്മുടെ സമ്പ്രദായം എന്താ? നമ്മുടെ പുറേ കഷ്ടപ്പെട്ട അധ്വാനിച്ച അപ്പൻ അമ്മമാരെ മരണം വരെ നമ്മൾ എന്തോ ചെയ്യണം പറഞ്ഞേ. നമ്മുടെ കേരളത്തിലുള്ള സമ്പ്രദായം അതല്ലായിരുന്നോ? പറഞ്ഞാട്ടെ. നമ്മുടെ പുറേ അധ്വാനിച്ച അപ്പൻ അമ്മമാരെ അവരുടെ മരണം വരെ നമ്മൾ എന്തോ ചെയ്യണം? ശുശ്രൂഷിക്കണം, ഇല്ലേ? അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടോ? തലമുറയിലുണ്ടോ? ഇന്ന് അവരെ ശുശ്രൂഷിക്കുന്നത് ആര്? ഹോം നഴ്സ്. അതിൻ്റെ അനുഗ്രഹം കിട്ടുമോ? നീ ഓൾഡ് ഏജ് ഹോമിൽ അയക്കുന്ന പൈസ കണ്ടോണം, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ മക്കൾ നിന്നോടും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, ഇങ്ങനെ തന്നെ ആയിരിക്കും. സമ്പ്രദായം പോലും ഇല്ല. അനുഗ്രഹത്തിന്റെ പുറകെ ഓടി മക്കൾക്ക് ഇനി ആരെ നോക്കാൻ ടൈമില്ല. പ്രമാണം യേശു നമ്മുടെ മുമ്പേ കാണിച്ച മാതൃക. വായിച്ചേ 1 പത്രോസ് 2:21 വായിച്ചേ. 1 Peter 2:21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നമുക്കൊരു മാതൃക കാണിച്ചു പോയതാ. പൂർണ്ണ മനുഷ്യനായി, പാപമില്ലാത്തവൻ, ചെറുപ്പം മുതലേ ക്രൂശിൽ തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നവരെ നമ്മുടെ മുമ്പേ എന്തോ കാണിച്ചു? മാതൃക കാണിച്ചു. നമ്മളും ബാക്കി മതവിശ്വാസികൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർക്ക് ആചാരങ്ങളുണ്ട്, നമ്മുടെ മുമ്പേ മാതൃകയുണ്ട്. ഇതാ വ്യത്യാസം. അവർക്ക് ആചാരങ്ങളുണ്ട്, നമ്മുടെ മുമ്പേ എന്തുണ്ട്? സോ യവനക്കാർ ഇത് കേൾക്കുന്നത് ചുമ്മാ വചനം കേട്ടിട്ട് പോകാനല്ല, ക്രിസ്തു മാതൃക കാണിച്ചു തന്നു. ആ മാതൃക പ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും എന്തോ ചെയ്യേണ്ടേ? ജീവിക്കേണ്ടത്. 30 വയസ്സ് വരെ ആരെ നോക്കി? അപ്പനമ്മേ ശുശ്രൂഷിച്ചു. അടുത്തത് അനുസരണം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം ഇഷ്ടം ചെയ്യാമോ? പറഞ്ഞാട്ട്, ഈ മനുഷ്യനായ ക്രിസ്തുവിന് സ്വന്തം ഇഷ്ടം ചെയ്യാമോ? പരീക്ഷകൾ ഉണ്ടോ? ഇല്ല, ഉണ്ടല്ലോ. എന്നിട്ടും പരീക്ഷയിൽ എന്താ വീഴാത്തത്?
ഈ മനുഷ്യനായ ക്രിസ്തു പരീക്ഷയിൽ എന്താ വീഴാത്തത്? അതിന്റെ രഹസ്യം എന്താ? ശ്രദ്ധിക്കണം, ഒരു കാര്യം ഇവിടെ പറയുന്നേ. ഇതിന്റെ അകത്തുണ്ടായിരുന്ന ആ ദൈവത്വം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ അകത്തുണ്ടോ? പറഞ്ഞാട്ടെ, പൂർണ്ണ ദൈവത്വം ഉണ്ടോ നമ്മുടെ അകത്ത്? ഇല്ല. ഉണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ദൈവം തന്നെ ഈ മൺകൂടാരത്തിൽ ഈ നിമിഷമുണ്ടോ? പിന്നെ എന്താ നടക്കാൻ കഴിയാത്തത്? ഇതെങ്ങനെ നടന്നു? നമ്മളെ സഹായിക്കാൻ സഹായകനായിട്ട് വന്നിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ പറയുന്നേ നടക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ നടന്നു? അതിന്റെ രഹസ്യം എന്താ? പറഞ്ഞാട്ടെ. പരീക്ഷയുണ്ടോ? ഇല്ല. പാപം അറിയാത്തവന് പരീക്ഷയുണ്ടോ? സ്വന്തം ഇഷ്ടം ചെയ്യാമോ? ഇല്ല. വീഴാമോ? പറഞ്ഞാട്ടെ. വീഴാമോ? ഇല്ല. പിന്നെ എന്താ വീഴാത്തത്? പിന്നെ എന്താ വീഴാത്തത്? നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് എങ്ങനെ? നിങ്ങളിൽ ആർക്കെങ്കിലും എന്നിൽ പാപം, അതെന്താ രഹസ്യം? എന്താ? രാത്രി യാമങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നത് എന്തോ ചെയ്യുക? എന്താ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? എന്താ? ഒരു തീരുമാനമുണ്ട്, എനിക്ക് പിതാവിൻ്റെ ഹിതം മാത്രം ചെയ്താൽ മതി. ഈ യേശുവിക്ക് നടക്കാമെങ്കിൽ പരിശുദ്ധാത്മാവകത്ത് വസിക്കുന്ന നമുക്ക് എന്താ നടക്കാൻ കഴിയാത്തത്? നടക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് നടക്കാൻ കഴിയാത്തത്. ദൈവത്തിൻ്റെ ആത്മാവകത്ത് വസിച്ചിട്ടും സഹായകനായി വസിച്ചിട്ടും ഞാൻ പറയുന്നത് എന്താ? നടക്കാൻ. അതിൻ്റെ അർത്ഥം നീ നിത്യതയ്ക്ക് യോഗ്യനല്ല. ജയം പ്രാപിക്കുന്നവൻ മാത്രമേ എവിടെ കാണത്തുള്ളൂ? മുങ്ങിയവരെല്ലാവരും അവിടെ കാണത്തില്ലെന്നേ. അന്യഭാഷ പറയുന്ന എല്ലാവരും അവിടെ കാണത്തില്ല. മണവാട്ടിക്ക് വേണ്ടിയാ വരുന്നത്. അവൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കുന്നവർക്ക് വേണ്ടി ആര് വരുന്നത്? മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല. എങ്ങനെയെങ്കിലും കുറെ എണ്ണങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനല്ല. ഇവിടെ സ്വർഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം. ഇവിടെ നരകം അനുഭവിക്കുന്നവർക്കല്ല സ്വർഗം. ഇവിടെ എന്തോ അനുഭവിക്കണം? സ്വർഗം. അത് ഭൗതിക കാര്യങ്ങളല്ല. കീറിയ ഷർട്ടാണെങ്കിലും കാലെ ചെരുപ്പില്ലെങ്കിലും അകത്ത് ആ സ്വർഗീയ സന്തോഷമുണ്ട്. സോ ഇതെങ്ങനെ നടന്നു? അകത്തൊരു തീരുമാനമുണ്ട്, ഒരാഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമല്ല, ഒരു തീരുമാനം. ഗത്സമന തോട്ടത്തിൽ നമുക്ക് കാണാമല്ലോ, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാ പ്രാർത്ഥിച്ചേ? പറഞ്ഞാട്ടെ. ഒക്കുവാണെങ്കിൽ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം വായിച്ച എബ്രായർ 12 എടുത്തേ. 12:4. ഹീബ്രൂസ് 12:4. 3:4 വായിച്ചേ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. അതിന്റെ അർത്ഥം എന്താ? ഒന്നുകൂടെ ആ ഭാഗം വായിച്ചേ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. സർവശക്തന്റെ ശബ്ദമാ, വചനമാ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ. ഇങ്ങനെയുള്ള വിരോധത്തെ സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അത്രയും ചെയ്താൽ മതി. പാപികളാൽ ഉള്ള വിരോധം സഹിച്ചവൻ. അതിന്റെ അർത്ഥം
ഈ ക്രിസ്തുവിനെ നോക്കിയാൽ, യേശുവിനെ നോക്കിയാൽ ഗെത്സമന തോട്ടത്തിൽ രക്തം വിയർപ്പായി ഒഴുകുക. തൂവാലയിൽ എന്തുകൊണ്ട്? ഇങ്ങനെ തുടച്ചാൽ എന്താ? ഇതെന്താ രക്തം വരുന്നത്? നമ്മൾ എത്ര കരഞ്ഞാലും, നമുക്ക് എത്ര പ്രയാസം വന്നാലും കണ്ണുനീരേ വെളുത്തുള്ളൂ. അതിൻ്റെ അപ്പുറം രക്തം വരത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും കണ്ണുനീരേ വെളുത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരുവൻ എന്തോ വരിക? രക്തം വിയർപ്പായി വരിക. എന്താ? പാപികളാലുള്ള വിരോധം. വിരോധം പറഞ്ഞ, പാപികളാലുള്ള വിരോധം പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജനനം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എന്നെ തന്നെ കാത്തവനാ. പരീക്ഷ വന്നെങ്കിലും ഞാൻ എന്നെ തന്നെ എന്തോ ചെയ്തു? ദൈവഹിതത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹിതം ഒരിക്കലും ചെയ്തിട്ടില്ല. ഇവിടെ കഷ്ടാനുഭവങ്ങളാൽ എന്തോ പഠിച്ചു? അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജീവിതം നോക്കിയാൽ നമ്മുടെ ജീവിതവും യേശുവിൻ്റെ ജീവിതം തമ്മിൽ വ്യത്യാസം എന്താ? നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ യോഗത്തിന് വന്നു, കസേരയുമുണ്ട് പായമുണ്ട്. നമ്മൾ എവിടെ ഇരിക്കാൻ ആഗ്രഹിക്കും? താഴെ ഇരിക്കുന്ന കസേര ഇരിക്കുന്നത് തെറ്റില്ല. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക. താഴെയും ഇരിക്കാം, കസേരയിലും ഇരിക്കാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടാ? പറഞ്ഞേ. കസേര കിട്ടിയാൽ കൊള്ളാം. എന്താ? ഒരു സുഖം. നമുക്കുള്ള വിഷയം എന്താ? നമുക്ക് എന്താ വേണം? ഒരു സുഖം വേണം. നമ്മൾ അവിടെ നമുക്കുള്ള വിഷയം. നമ്മൾ ജീവിക്കുന്ന എന്തിനാ? എനിക്കെന്താ വേണം? ഒരു സുഖം വേണം. പണ്ട് നടന്ന കടയിൽ പോയി പാൽ മേടിച്ച വ്യക്തി ഇന്നിപ്പം ബൈക്കേ പോവുക. എന്തിന്? നടന്നു പോകാൻ കുറച്ച് പ്രയാസമായി. നമുക്ക് സുഖം വേണം. എൻ്റെ സുഖത്തെ ബാധിക്കുന്നതെല്ലാം എന്താ? പറഞ്ഞേ. എൻ്റെ സുഖത്തെ ബാധിക്കുന്നതെല്ലാം എന്താ? മനസ്സിലായില്ല? എൻ്റെ സുഖത്തെ ബാധിക്കുന്നതെല്ലാം കഷ്ടമാണ്. ഇന്നിപ്പോൾ ലൈറ്റ് പോയാൽ മതി, തുടങ്ങും. ഭയങ്കര കഷ്ടമാണോ? ലൈറ്റ് പോയത് കഷ്ടമാണോ? ഒന്ന് ചിന്തിച്ചേ. ഈ ക്രിസ്തുയുടെ പിന്നാലെ എൻ്റെ സുഖത്തിന് വേണ്ടിയാണോ ഞാൻ ഇറങ്ങിയത്? മാതൃക കാണിച്ചു തന്ന എന്തോ മാതൃക? എനിക്ക് എൻ്റെ സുഖം വേണ്ട, എനിക്ക് പിതാവിൻ്റെ ഹിതം മതി. അതാ നമ്മളും ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് എൻ്റെ സുഖം വേണ്ട. ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. ക്രിസ്തു രക്തം വേർപ്പായി വരുന്നതിൻ്റെ പുറകെ കാരണം ഒരിക്കലും ഞാൻ പിതാവിൻ്റെ ഒരു കൽപ്പന പോലും, എന്നിട്ട് 3 പ്രാവശ്യം എന്തോ പ്രാർത്ഥിക്കുക, ഒക്കുവാണെങ്കിൽ ഒടുവിൽ ശിഷ്യന്മാരുടെ അടുത്ത് വന്നല്ലോ, ഉറങ്ങുക. വചനത്തിലുണ്ടല്ലോ, ദൂതന്മാർ വന്ന് എന്തോ ചെയ്തു? ദൂതന്മാർ വന്ന് ശുശ്രൂഷിക്കുക. അത്രയും വ്യാകുലപ്പെടുന്നുണ്ട്. ഈ രക്തം വെറുതെ വന്നതല്ല, പിഴിഞ്ഞെടുത്തതാ. ഈ പാനപാത്രത്തിലുള്ള ആ വീഞ്ഞു കാണിക്കുന്നത് ഒരു പാപം അറിയാത്തവനീന്ന് ദൈവത്തിൻ്റെ പ്രമാണം പിഴിഞ്ഞെടുത്തു. ഓരോ തുള്ളി പിഴിഞ്ഞെടുത്തതാ. ക്രൂശിൽ ആ ശൂലം വരെ അടിച്ചത് എന്തിന്? ഒരു തുള്ളി പോലും മിച്ചം മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടാ ഈ പാനപാത്രം നമ്മുടെ മുമ്പേ വരുന്നത്. ആ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ കൊടുത്ത വില. എന്നിട്ടും ലാസ്റ്റിൽ പിതാവിനോട് എന്തുവാ പറഞ്ഞേ? നിന്റെ ഹിതം ഇതാണെങ്കിൽ
എനിക്ക് ആ യേശുവിനെ ഒന്ന് ധ്യാനിക്കാം. രക്തം വിയർപ്പായി വരുന്നുവെങ്കിലും ഒടുവിൽ പറയുന്നത്, പിതാവേ നീ ഇതിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് സമ്മതം. കാര്യം കഴിഞ്ഞു. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ നമ്മൾ കരയുന്നതായിട്ട് എങ്ങും കാണുന്നില്ല. യൂദാവിനെ ചുംബിക്കുന്നുണ്ട്. ചാട്ടവാറ എടുത്ത് അടിക്കുമ്പോഴും ഒരു കരച്ചിലില്ല. പിലാത്തോസിന്റെ മുമ്പേ കൈ കൂപ്പി അല്ല നിൽക്കുന്നത്, മിണ്ടാതെ നിൽക്കുക. ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥ വരെ പോവുക. കൈ നീട്ടി കൊടുത്തുന്നേ. ആണി അടിച്ചോ? എന്താ? എൻ്റെ പിതാവ് ഇതിൽ പ്രസാദിക്കുകയാണെങ്കിൽ എനിക്കും അത് മതി. അതാ യേശുയുടെ പിന്നാലെ നടക്കുന്നവന്റെ പ്രത്യേകത. എൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നാലും അതൊരു കഷ്ടമല്ല, അതൊരു കഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂക്ക് ഒരു TV ചാനൽ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ വേലയിൽ അനുഭവിക്കുന്ന കഷ്ടത ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, എന്തോ കഷ്ടത? ഇത് കഷ്ടതയാണോ? ഞാൻ ക്രിസ്തുയുടെ പിന്നാലെ നടക്കുമ്പോൾ എനിക്ക് ഒരു കഷ്ടതയുമില്ല, എനിക്ക് ഒരു കഷ്ടതയുമില്ല. പട്ടിണി കിടക്കുന്നത് കഷ്ടതയല്ല, രോഗം വരുന്നത് കഷ്ടതയല്ല, ആക്സിഡന്റ് വന്നോട്ടെ, മരണം വന്നോട്ടെ, ഇതൊന്നും കഷ്ടതയല്ല. ഇത് ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ അടയാളമാണ്. ഇതൊരു കഷ്ടതയല്ല. ഇന്ന് കുറെ പേർ ക്രിസ്തുവിന്റെ പുറകെ നടന്നിട്ട് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾക്കുള്ളതല്ല ഇത്, ഈ പാത നിങ്ങൾക്കുള്ളതല്ല. ഇപ്പൊ ചിന്തിച്ചു നോക്കിയാൽ, ഞങ്ങൾ ഈ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് വരുമ്പോൾ, ഞാൻ ഒരു ഉദാഹരണം പറയാ, ഭോപ്പാലിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 1 കിലോമീറ്ററിന് 1 രൂപ വെച്ച് ടോൾ കൊടുക്കുക. ഇത്രയും ടോൾ കൊടുത്തിട്ട് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് ഒരുത്തൻ ഓട്ടോ എടുത്തോണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ഞങ്ങൾ പൈസ കൊടുത്തത് ഈ ഹൈവേ കയറിയത് 40 വണ്ടി ഓടിക്കാനല്ല, ഞങ്ങൾക്ക് 100-ൽ പോകണം. അന്നേരമാണോ നിന്റെ ഓട്ടോയും സ്കൂട്ടറും ഈ ഹൈവേയിൽ കൊണ്ടുവന്നേക്കുന്നത്? ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കയറിയതാ. അതുപോലെ ക്രിസ്തീയ ജീവിതം വില കൊടുത്തിട്ട് ഈ പാതയെ വന്നതാ. ഇനിയും വില കൊടുക്കണോ? അതിന് സമ്മതം. കാരണം എൻ്റെ മുമ്പേ ഒരു മാതൃക കാണിച്ചു തന്നു. എനിക്ക് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി. ഒരു കഷ്ടത എനിക്ക് കഷ്ടത, ലോകത്തിന് അത് കഷ്ടതയായിരിക്കാം, എനിക്കതൊരു കഷ്ടതയല്ല. ഞാൻ അതിൽ എന്തോ ചെയ്യുക? സന്തോഷിക്കുക, നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. ഈ ക്രിസ്തുവിന്റെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ, ഹല്ലേലൂയ, മാതൃക കാണിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയിൽ ഈ മനുഷ്യനായ ക്രിസ്തുവിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. പ്രമാണത്തെ മുഴുവനായി അനുസരിച്ചു. പിതാവിന്റെ ഹിതത്തിനായി പൂർണ്ണ സമർപ്പണമുണ്ട്. എനിക്ക് എൻ്റെ ഹിതം വേണ്ട, എൻ്റെ സുഖം വേണ്ട. ഇത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ക്രിസ്തുയുടെ പിന്നാലെ ഇറങ്ങിയവന്റെ ചിന്ത, എൻ്റെ സുഖം വേണ്ട, ഞാൻ സുഖത്തിനു വേണ്ടിയല്ല ഇറങ്ങിയത്, എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം. എനിക്കൊരു കഷ്ടമല്ല. രോഗം വന്നോട്ടെ, വേറെ പ്രശ്നങ്ങൾ വന്നോട്ടെ, എൻ്റെ കർത്താവിൻ്റെ മുമ്പേ മാതൃക കാണിച്ചു. എനിക്ക് ആ മാതൃക പ്രകാരം ഒന്ന് നടന്നാൽ മതി. ഞാൻ സ്വർഗത്തിൽ പോകാനല്ല ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. എൻ്റെ ലക്ഷ്യം സ്വർഗമല്ല. ഒന്നുകൂടെ പറയുന്നത്, എൻ്റെ ലക്ഷ്യം സ്വർഗമല്ല. എനിക്ക് എൻ്റെ കർത്താവിന്റെ പിന്നാലെ നടന്നാൽ മതി. അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ലെന്നേ. സ്വർഗം എന്നെ ആകർഷിക്കുന്നില്ല. എന്നെ ആകർഷിക്കുന്നത് എൻ്റെ കർത്താവാ. ഹല്ലേലൂയ. അവിടെ സ്വർണത്തിന്റെ വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു വിഷയമല്ല.
എനിക്ക് കിരീടവും വേണ്ട. കിരീടത്തിന് വേണ്ടിയല്ല, എന്നെ അവൻ ഇത്രയും സ്നേഹിച്ചു. എന്നെ എന്താ ഇത്രയും സ്നേഹിച്ചത്? തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പാടുന്ന പാട്ട്, അവൻ എന്നെ എന്താ ഇത്രയും സ്നേഹിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ആ അപ്പം നുറുക്കുമ്പോൾ, ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ പാടുന്ന പാട്ട് ഏതാ? ആ പാട്ടിന് അർത്ഥമുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ കർത്താവിന്റെ പിന്നാലെ എന്തിനാ നടക്കുന്നത്? സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് ഒന്ന് സംസാരിക്കാമോ? വചനം കേട്ടാൽ മാത്രം പോരാ. ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ കർത്താവിനോട് ഒന്ന് സംസാരിക്കാം. ദൈവശബ്ദം കേട്ടല്ലോ, നമ്മളെ അവൻ എത്ര സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ധ്യാനിച്ചല്ലോ, എഴുതി തന്നിട്ടുണ്ടല്ലോ, ഒരു മാതൃക കാണിച്ചു തന്നു. ഹല്ലേലൂയ. ദൈവപുത്രനല്ല, ദൈവം സ്വയമേ മനുഷ്യന്റെ വേഷത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പേ ഈ ഭൂമിയിൽ നടന്ന് മാതൃക കാണിച്ചു. യേശു ഒരു പ്രവാചകനോ ഒരു മനുഷ്യനല്ല, സർവശക്തൻ മനുഷ്യന്റെ വേഷത്തിൽ നടക്കുക. ഹല്ലേലൂയ. എത്ര പ്രയാസമുണ്ടെങ്കിലും സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് താങ്ങാൻ കഴിയാത്തത്, എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ഒരിക്കലും അവൻ എൻ്റെ മേളിൽ ഇടത്തില്ല. അവനറിയാം, അനുഭവത്താൽ അറിയാം വേദന എന്താണ്, അനുഭവത്തിൽ നിന്ന് അറിയാം. ഹല്ലേലൂയ. വിടുതലിന് വേണ്ടിയാണോ നടക്കുന്നത്? രോഗം ശീലിച്ചു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണം പഠിച്ചു. സ്തോത്രം. ആദ്യത്തെ ആദാമും ഒടുവിലത്തെ ആദാമും. ഹല്ലേലൂയ. ഒരു തീരുമാനമുണ്ട്, പിതാവിന്റെ ഹിതം മതി. നമുക്ക് ആഗ്രഹമുണ്ട്, ഇന്ന് തീരുമാനമെടുക്കാമോ? നമ്മളെ സഹായിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ആഗ്രഹം കൊണ്ട് കാര്യം നടക്കത്തില്ല. ഒരു തീരുമാനമെടുക്കാമോ? ഒരു ഡിസിഷൻ എടുക്കാമോ? ചിലരുണ്ട്, ഞാൻ തീരുമാനമെടുക്കത്തില്ല, ആഗ്രഹമുണ്ട്, ദൈവമേ നീ വല്ലം ചെയ്താലേ ഒക്കൂ, ഞാൻ തീരുമാനമൊന്നും എടുക്കത്തില്ല. അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. ഒരു തീരുമാനം എടുക്കാമോ? ക്രിസ്തു നടന്ന പോലെ എനിക്കും നടക്കണം. നമ്മുടെ മധ്യത്തിൽ യവനക്കാരുണ്ട്. ഈ യവന പ്രായത്തിൽ എനിക്കും എൻ്റെ കർത്താവ് നടന്ന പോലെ എനിക്ക് നടക്കണം. ആഗ്രഹമല്ല, തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. തീരുമാനത്തിൻ്റെ ബലത്തിലല്ല നടക്കുന്നത്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ജസ്റ്റ് ഒരു തീരുമാനം. സഹായിക്കുവാൻ സ്വർഗം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ തീരുമാനം എഞ്ചിനീയറും ഡോക്ടർ അല്ല. ക്രിസ്തു എങ്ങനെ നടന്നു, എനിക്ക് അതുപോലെ നടന്നാ മതി.
ആ ഒരു തീരുമാനമാ. സ്വർഗം സഹായിക്കത്തില്ലയോ? ഹല്ലേലൂയ. ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. സിംസോനെ അവർ പുതിയ ആ കോഡ്സ് എടുത്ത് അവർ ബന്ധിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടപ്പം ആ ബന്ധനങ്ങളെല്ലാം, സിംസോന്റെ ബന്ധനങ്ങളെല്ലാം എവിടെ പോയിന്നേ? ദൈവാത്മാവ് വെളിപ്പെട്ടതാ. അവൻ ഹെബ്രോനിൽ പോയപ്പം അവർ ഗേറ്റ് പൂട്ടി, അതിന്റെ ചാബി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുക. പുറേ നോക്കിയപ്പം സിംസോൻ ആ ഗേറ്റ് മുഴുവൻ പൊക്കി എടുത്തോണ്ട് വരിക. അതാ ദൈവാത്മാവിന്റെ ശക്തി. നമ്മുടെ ഈ മൺകൂടാരത്തിൽ ഇരിക്കുന്ന ദൈവാത്മാവ് തന്റെ ശക്തിയെ വെളിപ്പെടുത്തിയാൽ, ആഹാബ് രഥത്തിൽ ഓടുക, അവന്റെ മുമ്പേ ഏലിയാവ് ഓടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തീരുമാനത്തിൽ എത്താമോ? എനിക്ക് എന്റെ സുഖം വേണ്ട, എനിക്ക് എന്റെ സുഖം വേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.